2005 ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായി നടക്കുന്ന കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പ്രാക്ടിക്കലിനെ കുറിച്ചുള്ളതാണ് ഈ വീഡിയോ. പ്രാക്ടിക്കൽ എക്സാമിനേഷൻ്റെ ഇൻസ്ട്രക്ഷനാണ് നമ്മൾ ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത്. അത് അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. പ്രാക്ടിക്കലിന് നമ്മൾ ചെയ്യേണ്ടത് 2 പ്രോഗ്രാമുകളാണ് ചെയ്യേണ്ടത്. ഒരു C++ പ്രോഗ്രാം ചെയ്യണം. അതിൻ്റെ കൂടെ ഒരു HTML ഒരു SQL പ്രോഗ്രാം ആയിരിക്കും. നമുക്കത് ഓപ്റ്റ് ചെയ്യാൻ കഴിയില്ല. എക്സാമിനർ മാർക്ക് ചെയ്യുന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിൽ ഇൻസ്ട്രക്ഷനിൽ പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ചേഞ്ച് ചെയ്യാനുള്ള അവസരമുണ്ട്. പക്ഷേ 4 മാർക്ക് വീതം കുറയും. ടോട്ടൽ ചെയ്യുന്നത് 40 ആണെങ്കിൽ അത് 36 ആകും. അങ്ങനെ 2 പ്രാവശ്യം ചേഞ്ച് ചെയ്യാൻ പറ്റും. 36 അതിൽ നിന്ന് വീണ്ടും 4 പോയാൽ പിന്നെ 32 ആവും ടോട്ടൽ മാർക്ക്. അപ്പോൾ 40-ലാണെങ്കിൽ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ പ്രോഗ്രാം എഴുതുന്നതിന് 10 മാർക്ക്, കമ്പ്യൂട്ടറിൽ ചെയ്ത് ഔട്ട്പുട്ട് കാണിച്ചു കഴിഞ്ഞാൽ 6, അങ്ങനെ 16 മാർക്കാണ്. 2 പ്രോഗ്രാം ചെയ്യുമ്പോൾ 32 മാർക്ക് കിട്ടും. പിന്നെ വരുന്നത് റെക്കോർഡ് ബുക്ക്, സർട്ടിഫൈ ചെയ്ത റെക്കോർഡ് ബുക്ക് കാണിച്ചാൽ അതിന് 4 മാർക്ക്. പിന്നെ നമുക്ക് കിട്ടിയ പ്രോഗ്രാമുമായി റിലേറ്റഡായ ക്വസ്റ്റ്യൻ ചോദിക്കും, അതിന് 4 മാർക്ക്. അങ്ങനെയാണ് ടോട്ടൽ മാർക്ക്. അതാണ് നമ്മുടെ ഇൻസ്ട്രക്ഷൻ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 2 പേജുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കാം. അതിൽ C++ൻ്റെ ഒരു 10-15 പ്രോഗ്രാം ഉണ്ടായിരിക്കും, SQL ഒരു 10 പ്രോഗ്രാം ഉണ്ടായിരിക്കും, HTML അതേപോലെ ഒരു 10 പ്രോഗ്രാം ഉണ്ടാകും. അപ്പം അങ്ങനെ തരുന്ന പ്രോഗ്രാമിൽ എക്സാമിനർ മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും C++ൻ്റെ ഏതെങ്കിലും ഒരു പ്രോഗ്രാം. ഞാനിവിടെ ഒരു പ്രോഗ്രാം എഴുതി വച്ചിരിക്കുന്നത് റൈറ്റ് എ പ്രോഗ്രാം ടു ചെക്ക് വെദർ ദി ഗിവൺ നമ്പർ ഈസ് പാലിൻഡ്രോം ഓർ നോട്ട്. നമുക്ക് അതാണ് ടിക്ക് ചെയ്ത് തന്നിരിക്കുന്നതെങ്കിൽ അത് ചെയ്യണം. ചിലപ്പം വേറെ ആൾക്ക് സം ഓഫ് നാച്ചുറൽ നമ്പർ ആയിരിക്കാം, അയാൾക്ക് അത് ചെയ്യുക. പിന്നെ വരുന്നത് SQL HTML ആയിരിക്കും. അതിൽ നമുക്ക് ഏതാണോ ടിക്ക് ചെയ്തിരിക്കുന്നത്, റൗണ്ട് ചെയ്തിരിക്കുന്നത്, ആ പ്രോഗ്രാം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഈ ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഓരോ പ്രോഗ്രാമും എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. നമ്മൾ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ പോലും എങ്ങനെയാണ് ആ വിൻഡോ ഓപ്പൺ ചെയ്യുന്നതും എന്ന് ശ്രദ്ധിച്ച് കാണുക. പ്രോഗ്രാം റൈറ്റ് എ പ്രോഗ്രാം ടു ചെക്ക് വെദർ ദ ഗിവൺ നമ്പർ ഈസ് പാലിൻഡ്രോം ഓർ നോട്ട്. ഇത് ചെയ്യണമെങ്കിൽ ജീനി എന്നുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണം. അതെല്ലാവർക്കും അറിയാം. അത് നമ്മുടെ മെനുവിൽ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക, അതിൽ പ്രോഗ്രാമിംഗ് ജീനി ഓപ്പൺ ചെയ്യണം. ജീനി ഓപ്പൺ ചെയ്യുമ്പോൾ ഈ വിൻഡോ ആയിരിക്കും വരുന്നത്. അത് ചിലപ്പോൾ അതിൽ ഫയൽ ഓപ്പണായി കിടക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫയൽ ന്യൂ എടുത്ത് ഓപ്പൺ ചെയ്യുക. നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊന്ന് സേവ് ചെയ്യണം. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് കിട്ടിയ രജിസ്റ്റർ നമ്പർ എത്രയാണോ അതിൽ സേവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പ്രോഗ്രാം എക്സാമിനറിന് വീണ്ടും നോക്കണമെങ്കിൽ രജിസ്റ്റർ നമ്പർ വെച്ച് ചെക്ക് ചെയ്തോളും. 1 2 3 ആണ് ഞാൻ ഇപ്പോൾ ഇവിടെ കൊടുക്കാൻ ഉദ്ദേശിച്ച നമ്പർ. 1 2 3. ഏത് ഫയൽ നെയിം കൊടുത്താലും അതിൻ്റെ കൂടെ .cpp എന്നുള്ള എക്സ്റ്റൻഷൻ കൊടുക്കണം. അത് സ്മോൾ ലെറ്ററിൽ കൊടുക്കുക. എന്നിട്ട് അവർ പറയുന്ന ഫോൾഡറിൽ ചിലപ്പം എക്സാം എന്നൊരു ഫോൾഡറോ എന്തെങ്കിലും ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിൽ നമ്മൾ സേവ് ചെയ്യണം. ഞാനിവിടെ HTML ഒരു ഫോൾഡർ ഉണ്ട്, അതിലൂടെ സേവ് ചെയ്യാണ്. അവർ പറയുന്ന ഫോൾഡർ നമ്മൾ ചെയ്താൽ മതി. നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. #include IOStream using namespace std semicolon enter int main parenthesis open closing, അത് കഴിഞ്ഞ് ബ്രേസസ് ഓപ്പൺ ചെയ്യണം. ഇനി വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. നമുക്ക് ആവശ്യമായ വേരിയബിൾ അതൊക്കെ പഠിച്ചിട്ട് പോകണം.
n, p, s, r. Cout. Enter the number scene കൊടുക്കാൻ പോകുന്ന നമ്പർ. എന്നിട്ട് ആ നമ്പർ ഒരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക. p equal to n while n greater than 0, r equal to n modulus 10, s equal to s into 10 plus r, n equal to n by 10. If s equal to p, cout palindrome, else cout not palindrome. റിട്ടേൺ 0. ഇത്രയാണ് നമ്മുടെ പ്രോഗ്രാം. ആ പ്രോഗ്രാം നല്ല വൃത്തിയായി തെറ്റാതെ സിൻറ്റാക്സുകളും തെറ്റരുത്, സെമിക്കോളം കൊടുക്കേണ്ടടുത്ത് സെമിക്കോളം കൊടുക്കുക. എല്ലാം പഠിച്ചു തന്നെ പോകണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് കമ്പൈലാണ്. കമ്പൈൽ ചെയ്യാൻ അറിയാത്തവർ ബിൽഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ കമ്പൈൽ ഉണ്ടാവും. കമ്പൈൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എറർ, ഇപ്പം കമ്പൈലേഷൻ ഫിനിഷ് സക്സസ്ഫുള്ളി കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ അറിയാതെ നമ്മളൊരു സെമിക്കോളം മറന്നാൽ കമ്പൈൽ ചെയ്യുമ്പം എറർ വരും. അപ്പോൾ അത് കറക്റ്റ് ചെയ്താൽ മാത്രമേ നമുക്കത് സക്സസ്സായി കിട്ടുകയുള്ളൂ. കറക്റ്റായിട്ട് ചെയ്യുക, ബിൽഡ് ചെയ്യുക, കമ്പൈൽ ചെയ്യുക. വീണ്ടും ബിൽഡ് എടുത്തിട്ട് ബിൽഡ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം. അതിന് ശേഷമാണ് എക്സിക്യൂട്ട്, F5 അടിച്ചാലും മതി, എക്സിക്യൂട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളോട് ചോദിക്കും നമ്മൾ ഏത് നമ്പറാണ് കൊടുക്കാൻ പോകുന്നത്, എൻ്റെ നമ്പർ. നമ്മൾ ചെക്ക് ചെയ്യുന്ന പാലിൻഡ്രോം ആണല്ലോ. അപ്പോൾ പരീക്ഷയ്ക്ക് ചിലപ്പോൾ വൈവേക്ക് ചോദിക്കും എന്താണ് പാലിൻഡ്രോം. അപ്പോൾ അതെന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. ഒരു സംഖ്യ തിരിച്ചെഴുതിയാൽ 121, തിരിച്ചെഴുതിയാലും 121 ആണ്. അല്ലെങ്കിൽ 111, അല്ലെങ്കിൽ 101, എല്ലാം തിരിച്ചെഴുതിയാൽ അതേ സെയിം നമ്പർ കിട്ടും. അല്ലെങ്കിൽ മിറർ ഇമേജ് തന്നെ പറയാം. അപ്പോൾ അങ്ങനത്തെ നമ്പറുകളൊക്കെ പാലിൻഡ്രോം നമ്പറാണ്. ഞാൻ 123 കൊടുക്കുന്നു, ഇത് തിരിച്ചെഴുതിയാൽ 321 വരിക. അപ്പോൾ അത് നോട്ട് പാലിൻഡ്രോം ആണെന്നുള്ള മെസ്സേജ് നമുക്ക് ഇവിടെ കിട്ടും, നോട്ട് പാലിൻഡ്രോം. അപ്പോൾ ഇങ്ങനെ നമ്മൾ വരുന്ന എക്സ്റ്റേണലിനെ ഇതേപോലെ റൺ ചെയ്ത് ഔട്ട്പുട്ട് കാണിച്ചു കൊടുക്കണം. വീണ്ടും നമ്മൾ രണ്ടാമത്തെ ഒരു ചെക്കിങ്, ഒരു സംഖ്യ കൊടുക്കുന്നു, 121 അത് കാണിക്കുമ്പോൾ നോട്ട് പാലിൻഡ്രോം ആണ് വരുന്നത്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, അതൊന്ന് കറക്റ്റ് ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് എന്നുള്ളത്. റൺ ചെയ്തപ്പം എറർ വന്നു. പ്രോഗ്രാമൊക്കെ സക്സസ് ആണ്, പക്ഷേ എന്തോ നമ്മുടെ ലോജിക്ക് എന്തോ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, അത് കണ്ടെത്തണം. അപ്പോൾ പ്രോഗ്രാം ഒന്ന് വായിച്ച് നോക്കുക. നമുക്കത് നമ്മൾ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ വിഷയം വരില്ല. അപ്പോൾ നമ്മളത് ചെയ്തപ്പം തെറ്റ് വന്നു. 121 കൊടുത്താൽ പാലിൻഡ്രോമാണ് കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകുന്നത് s equal to 0 അഡിറ്റീവ് ഐഡൻറ്റിറ്റി അവിടെ കൊടുത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് അവിടെ ആ മിസ്റ്റേക്ക് വന്നത്. അപ്പോൾ പ്രോഗ്രാമിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ബിൽഡ്, കമ്പൈൽ, ബിൽഡ്, എക്സിക്യൂട്ട്, ഈ രീതിയിൽ തന്നെ പോകണം. ഇനി നമുക്ക് വാല്യൂ കൊടുത്തു നോക്കാം. 121 പാലിൻഡ്രോം എന്നുള്ള മെസ്സേജ് കിട്ടി. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം കറക്റ്റാണ്. ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് വരുന്ന എക്സ്റ്റേണൽ കാണിച്ചു കൊടുക്കണം. അല്ലാതെ എക്സ്റ്റേണലല്ല ഇൻപുട്ട് കൊടുത്ത് നോക്കുക. നമ്മൾ കാണിച്ചതിന് ശേഷമാണ് പുള്ളി ഒന്നും കൂടി ചെക്ക് ചെയ്യും. ഓക്കെ. എങ്കിൽ ഇവിടെ എന്താണ് പാലിൻഡ്രോം എന്നുള്ള പ്രോഗ്രാം എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഓപ്പറേറ്ററുകൾ ഏതൊക്കെ, മോഡുലസ് ഓപ്പറേറ്ററിൻ്റെ പ്രത്യേകത എന്താണ്, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചോദിക്കുക. ഏതൊക്കെയാണ് റിലേഷൻ ഓപ്പറേറ്റർ, അതേപോലെ ഈ ഡബിൾ ഈക്വൽ ടു കൊടുത്തിട്ടുണ്ട്, അതെന്തോ ഓപ്പറേറ്ററാണ്, അല്ലെങ്കിൽ ഡബിൾ ഈക്വൽ ടുവും സിംഗിൾ ഈക്വൽ ടു തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ വൈലിൻ്റെ സിൻറ്റാക്സ് പറയുക, അല്ലെങ്കിൽ വൈലും ഫോറും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ഏതാണ് എൻട്രി കൺട്രോൾ, ഏതാണ് എക്സിറ്റ് കൺട്രോൾ, അങ്ങനെ അത് റിലേറ്റഡ് ആയ ക്വസ്റ്റ്യനൊക്കെ നമ്മോട് ചോദിക്കും. അങ്ങനെയാണ് വൈവ ഉദ്ദേശിക്കുന്നത്. അതിനാണ് 4 മാർക്ക്.
അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞു കഴിഞ്ഞു. ചിലപ്പം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ SQL ആകാം, അല്ലെങ്കിൽ HTML ആകാം. അപ്പോൾ ഞാനത് രണ്ടും ചെയ്യുന്നത് കാണിച്ചു തരാം. ഇപ്പോൾ SQL ആണ് നമുക്ക് കിട്ടിയതെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അത് വായിച്ചു നോക്കുക. ഇവിടെ പറയുന്നത് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക, അതിന് വേണ്ട ഫീൽഡുകളെല്ലാം പറഞ്ഞിട്ടുണ്ട്. റോൾ നമ്പർ, അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഇൻറ്റീജറാണ് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അത് പ്രൈമറി കീ ആക്കണം. അതേപോലെ നെയിം, അതിൻ്റെ ഡാറ്റ ടൈപ്പ് വെർച്ചാർ, ബാച്ച്, മാർക്ക് 1, മാർക്ക് 2, ടോട്ടൽ. അങ്ങനെ ഇത്ര ഫീൽഡുകളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇനി അത് ചെയ്യുന്നത് എങ്ങനെയാണ്? അതിന് നമ്മൾ ചെയ്യേണ്ടത് ആപ്ലിക്കേഷനിൽ പോകണം. ആപ്ലിക്കേഷനിൽ പോയാൽ പ്രോഗ്രാമിംഗ് ഉണ്ട്. പ്രോഗ്രാമിങ്ങിൽ എക്സാംപ് കൺട്രോൾ പാനൽ എടുക്കുക. അപ്പോൾ നമ്മളിവിടെ പാസ്വേഡ് ചോദിക്കും. നമ്മുടെ ഇവിടെ കൊടുക്കേണ്ട പാസ്വേഡ് നമ്മുടെ സിസ്റ്റത്തിൽ ഏത് പാസ്വേഡാണോ യൂസ് ചെയ്യുന്നത് അതാണ് കൊടുക്കേണ്ടത്. സാധാരണ കോമൺ ആയിട്ട് പാസ്വേഡ് തന്നെയാണ് വരാറ്, PASSWORD. അത് കൊടുത്തു വരുമ്പോൾ കണ്ടു ഈ പാനൽ ഓപ്പണായി വരും. അതിൽ മാനേജ് സെർവേഴ്സ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അതിൽ MySQL ഡാറ്റാബേസ് ഗ്രീൻ കളറിലാണ് കാണിക്കുന്നതെങ്കിൽ ഓക്കെയാണ്. ഇല്ലെങ്കിൽ ഒന്ന് സ്റ്റാർട്ട് ഓൾ കൊടുത്താൽ മതി, നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇനി അത് മിനിമൈസ് ചെയ്ത് ആപ്ലിക്കേഷൻ തന്നെ വീണ്ടും പോവുക. അതിൽ പ്രോഗ്രാമിംഗ് MySQL ഉണ്ടാവും. ഇതിൽ MySQL എടുക്കുക. അപ്പോൾ ഈ വിൻഡോ നമ്മുടെ മുമ്പിൽ വരികയും എൻ്റർ പാസ്വേഡ് ചോദിക്കും. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്താൽ മതി, ഒന്നും ടൈപ്പ് ചെയ്യാൻ നിൽക്കരുത്. ഇപ്പോൾ ഈ വിൻഡോ ആണ് നമ്മുടെ ഫ്രണ്ടിൽ വരുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് സിസ്റ്റം കുറച്ച് ലൈൻസ് അഡീഷണൽ ആയിട്ട് വന്നല്ലോ, അതൊന്ന് ക്ലിയർ ചെയ്യണമെങ്കിൽ സിസ്റ്റം ക്ലിയർ സെമിക്കോളൻ കൊടുത്തു കഴിഞ്ഞാൽ ഫ്രഷ് ആയിട്ടുള്ള സ്ക്രീൻ വരും. ഇനി നമുക്ക് ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പം ആദ്യം നമുക്ക് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യേണ്ട കോഡിംഗ് അറിയണം. ചെയ്യേണ്ടത് ക്രിയേറ്റ് ഡാറ്റ ബേസ്. നമുക്ക് തന്നിരിക്കുന്ന പ്രോഗ്രാമായി റിലേറ്റഡ് ആയിരിക്കണം. ഇപ്പോൾ നമ്മൾ വായിച്ചത് ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആയിരുന്നു. അപ്പം നമുക്ക് ഇവിടെ സ്റ്റുഡൻറ്റ് ഇൻഫോ എന്ന് കൊടുക്കാം. സ്റ്റുഡൻറ്റ് ഇൻഫോ സെമിക്കോളൻ. അപ്പം ആ പ്രോഗ്രാം നമ്മളിപ്പോൾ എഴുതിയ ലൈൻ കറക്റ്റ് ആയതുകൊണ്ടാണ് കൊറി ഓക്കെ എന്നുള്ള മെസ്സേജ് വന്നത്. അത് വന്നിട്ട് അങ്ങനെ വന്നാൽ മാത്രം നമ്മൾ മുന്നോട്ട് പോകാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ തെറ്റാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതിൻ്റെ കോഡിങ് ശരിക്കും വായിച്ച് പഠിക്കുക. ഇനി നമുക്ക് ഈ ഡാറ്റാബേസ് വെച്ച് ഉപയോഗിച്ച് ചെയ്യണമെങ്കിൽ യൂസ് ഡാറ്റാബേസ് നെയിം. നമ്മുടെ ഡാറ്റാബേസ് നെയിം എന്താ? സ്റ്റുഡൻറ്റ് ഇൻഫോ സെമിക്കോളൻ. അപ്പം ഡാറ്റാബേസ് ചേഞ്ച് എന്നുള്ള മെസ്സേജ് വരും. അത് വന്നതിന് ശേഷമേ ഇനി മുന്നോട്ട് പോകാൻ പാടുള്ളൂ. ഇനി ഈ ഡാറ്റാബേസിലാണ് നമ്മൾ ഉദ്ദേശിച്ച ടേബിൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുള്ള കോഡിങ് ക്രിയേറ്റ് ടേബിൾ, അതിന് സ്റ്റുഡൻ്റ് എന്ന് കൊടുക്കാം. ഇനി ഇതിൽ വേണ്ട ഫീൽഡുകൾ ഏതൊക്കെയാണ് നമുക്കത് ഓർമ്മയുണ്ടായിരിക്കണം. ഒന്നാമത്തത് റോൾ നമ്പർ. റോൾ നമ്പർ ഒന്ന് മൊത്തം വേണമെങ്കിൽ അടിക്കുക. ഞാനിപ്പോൾ 6 എന്ന് കൊടുക്കുന്നുള്ളൂ. പിന്നെ അതിൻ്റെ ടൈപ്പ് ഇൻറ്റീജർ, ഇൻറ്റ്. എത്രയാണോ വിഡ്ത്ത് വേണ്ടത്, റോൾ നമ്പറിന് വേണ്ട വിഡ്ത്ത് ഒരു 3 അക്കസംഖ്യ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. കോമ കൊടുക്കുന്നതിന് മുമ്പ് അത് ഓൾറെഡി പ്രൈമറി കീ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ പ്രൈമറി കീ കൂടി ടൈപ്പ് ചെയ്യുക. പ്രൈമറി കീ കോമ. വീണ്ടും രണ്ടാമത്തെ ഫീൽഡ് നെയിം ആയിരുന്നു, സ്റ്റുഡൻറ്റിൻ്റെ നെയിം. അതിൻ്റെ ഡാറ്റ ടൈപ്പ് വെർച്ചാർ. അതിന് വേണ്ട വിഡ്ത്ത് 30 കോമ. പിന്നെ ബാച്ച്, മൂന്നാമത്തെ ഫീൽഡ് ബാച്ച് സ്പേസ് വെർച്ചാർ 20 സ്പേസ് കൊടുക്കാം കോമ. പിന്നെ മാർക്ക് 1 ഇൻറ്റ് 3 കോമ മാർക്ക് 2 ഇൻറ്റ് 3. അപ്പോൾ നമ്മൾ വേണ്ട ഫീൽഡ് എല്ലാം ഓരോന്നും അതിൻ്റെ പ്രൈമറി കീ കൊടുത്തു, അതുപോലെ ഡാറ്റ ടൈപ്പ് കൊടുത്തു, ഓരോന്നും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി കോമ കൊടുത്തു. ഇനി സ്റ്റാർട്ട് ചെയ്തത് സ്റ്റുഡൻറ്റ് എന്നുള്ള കഴിഞ്ഞൊരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തല്ലോ, മെയിൻ ബ്രാക്കറ്റ്, അതിവിടെ ക്ലോസ് ചെയ്യുക, സെമിക്കോളൻ കൊടുക്കുക. അപ്പം കൊറി ഓക്കെ എന്നുള്ള മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ലൈനും നമ്മുടെ കാര്യത്തിൽ ഓക്കെയാണ്. ഇനി നമുക്ക് ഈ ഇതിലോട്ട് വാല്യൂസ് ഇൻസേർട്ട് ചെയ്യണം. ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ അതിന് കോഡിംഗ് ആണ്. ഇൻസേർട്ട്
ഇൻറ്റു നമ്മുടെ ടേബിൾ നെയിം സ്റ്റുഡൻറ്റ് ഇൻസേർട്ട് ഇൻറ്റു സ്റ്റുഡൻറ്റ് വാല്യൂസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഒന്നാമത്തെ ഐറ്റം റോൾ നമ്പർ ആയതുകൊണ്ട് അത് നമ്പർ കൊടുക്കണം, ശ്രദ്ധിക്കണം. ഇനി നമുക്കത് അതിൻ്റെ സ്ട്രക്ചർ എന്നാണെങ്കിൽ ഇപ്പം നമ്മൾ കൊടുത്ത ഡാറ്റ ടൈപ്പുകൾ ഏതൊക്കെയാണ് തിരിച്ചറിയാൻ നമ്മൾ സ്ട്രക്ചർ ആണെങ്കിൽ DESC ടേബിൾ നെയിം കൊടുത്താൽ മതി. സ്റ്റുഡൻറ്റ് സെമിക്കോളൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഓരോന്നിൻ്റെയും അതിൻ്റെ സ്ട്രക്ചറും പ്രൈമറി കീ ആണെങ്കിൽ പ്രൈമറി കീ എല്ലാം കാണുന്നുണ്ട്. ഇനി നമ്മൾ വാല്യൂസ് നേരത്തെ ചെയ്ത പോലെ ഇൻസേർട്ട് ഇൻറ്റു ടേബിൾ നെയിം വാല്യൂസ് ബ്രാക്കറ്റ് ഓപ്പൺ. ഒന്നാമത്തെ ഐറ്റം നോക്കണം, അവിടെ കൊടുത്തിരിക്കുന്ന റോൾ നമ്പർ ഇൻറ്റീജർ ആയതുകൊണ്ട് സംഖ്യകളെ കൊടുക്കാൻ പാടുള്ളൂ. 1 കൊടുത്തു. രണ്ടാമത് നെയിമാണ്. നെയിം കൊടുക്കുമ്പോൾ ഡബിൾ കൊട്ടേഷൻ കൊടുക്കാം. ഒരു പേര് കൊടുക്കുക, രവി എന്നൊരു പേര് കൊടുത്ത് രവി. കൊട്ടേഷൻ ക്ലോസ് ചെയ്യുക. പിന്നെ പറയുന്നത് ബാച്ചാണ്. നമുക്ക് CS കമ്പ്യൂട്ടർ സയൻസ് കൊട്ടേഷൻ ക്ലോസ് ചെയ്യുക. പിന്നെ പറയുന്നത് മാർക്കുകൾ, ബാച്ചും കഴിഞ്ഞു. മാർക്ക് 1 മാർക്ക് 2 25ഉം 36ഉം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അതിന് ഡബിൾ കൊട്ടേഷൻ വേണ്ട, ഇൻറ്റീജറിന് കൊട്ടേഷൻ കൊടുക്കരുത്. ഡേറ്റിനും വേരിയബിൾ ക്യാരക്ടർ മാത്രമേ ഡബിൾ കൊട്ടേഷൻ കൊടുത്താൽ മതി. സെമിക്കോളൻ കൊടുക്കുക, എൻ്റർ ചെയ്യുക. ഇനി വീണ്ടും നമ്മൾ ഇതേപോലെ രണ്ടാമത്തെ ഫീൽഡ് കൊടുക്കണമെങ്കിൽ അത് അങ്ങനെ 6 റെക്കോർഡുകൾ ഇൻപുട്ട് കൊടുക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അത് 6 ഇതേപോലെ ടൈപ്പ് ചെയ്ത് തെറ്റാതെ എടുക്കുക. അപ്പോൾ നമ്മൾ കൊടുത്ത കമാൻഡ് കിട്ടണമെങ്കിൽ നമ്മുടെ കീബോർഡിൽ അപ്പ് ഡൗൺ ലെഫ്റ്റ് റൈറ്റ് ആരോസ് കീ ഉണ്ട്. അതിൽ അപ്പ് ആരോ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത കമാൻഡുകൾ ഓരോന്നും 1 by 1 ആയിട്ട് വരും. അപ്പോൾ നമുക്കത് ചെയ്യാൻ എളുപ്പമാണ്. ഞാൻ 2 മാറ്റി കൊടുക്കുന്നു, പേര് മാറ്റി രാം എന്നാക്കാം. ബാച്ച് കമ്പ്യൂട്ടർ സയൻസ് തന്നെ. മാർക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഇവിടെ 35 ആക്കാം. എൻ്റർ ചെയ്തു. 2 റെക്കോർഡ് എൻ്ററായി. വീണ്ടും ചെയ്യണമെങ്കിൽ അപ്പോരോ ക്ലിക്ക് ചെയ്യുക. അതേപോലെ കോഡിങ് വീണ്ടും റിപ്പീറ്റ് ചെയ്യും. നമ്പർ 3 കൊടുത്തു. അബ്ദു. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആക്കാം. മാർക്ക് 55 60. അങ്ങനെ 3 റെക്കോർഡുകളാണ് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞത്. പിന്നെ നമ്മുടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ടോട്ടൽ മാർക്കും കൂടി കാണാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഓൾറെഡി അത് ടേബിൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ തന്നെ ചെയ്യാം. നമുക്കൊരു ആൾട്ടർ കമാൻഡ് ഉപയോഗിച്ച് ചെയ്ത് കാണിക്കുന്നതായിരിക്കും നല്ലത്. ആൾട്ടർ ടേബിൾ ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജിൻ്റെ കൂടെ എപ്പോഴും ടേബിൾ ഉണ്ടാവും. ക്രിയേറ്റ് ടേബിൾ, ആൾട്ടർ ടേബിൾ, ഡ്രോപ്പ് ടേബിൾ. അപ്പോൾ ആൾട്ടർ ടേബിൾ കൊടുത്തു. പേര് നമ്മുടെ ടേബിളിൻ്റെ പേര് സ്റ്റുഡൻറ്റ്. ആഡ്, പുതിയ ഫീൽഡ് ആഡ് ചെയ്യണം. ആഡ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. നമ്മളിന് കൊടുക്കാൻ പോകുന്നത് ടോട്ടലാണ്. ടോട്ടൽ, അതിൻ്റെ ടൈപ്പ് ഇൻറ്റ്. 3 ഡിജിറ്റുകൾക്ക് വേണ്ടി 3 കൊടുത്തു. ബ്രാക്കറ്റ് ക്ലോസ് സെമിക്കോളൻ കൊടുത്തു. അപ്പോൾ നമ്മുടെ ആ കോഡിങ് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവില്ലേ. ഒരു C++ൻ്റെ പ്രോഗ്രാമും ഒരു SQLൻ്റെ പ്രോഗ്രാമാണ് കിട്ടിയത്. ചില കുട്ടികൾക്ക് ഒരു C++ൻ്റെ പ്രോഗ്രാമും ഒരു HTML ആയിരിക്കാം. അപ്പോൾ ഇവിടെ കിട്ടിയത് ഡിസൈൻ എ വെബ് പേജ് ഹാവിങ് എ ലിസ്റ്റ് ആസ് ഷോൺ ബിലോ. അപ്പോൾ താഴെ കാണിച്ച ലിസ്റ്റ് ഇരവികുളം, മുത്തങ്ങ, കടലുണ്ടി. അപ്പോൾ ഈ ഒരു ലിസ്റ്റ് നമുക്ക് HTML കോഡ് എഴുതി പ്രിൻ്റ് ചെയ്യിക്കണം. വെബ് പേജിൽ ഓപ്പണായി വരണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം നമുക്കൊന്ന്. അതിന് നമുക്ക് വേണമെങ്കിൽ ആപ്ലിക്കേഷനിൽ പ്രോഗ്രാമിൽ പോയി ജീനി ഓപ്പൺ ചെയ്ത് ഫയൽ ന്യൂ എടുത്ത് ഇവിടെ ടൈപ്പ് ചെയ്താലും നമുക്ക് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൽ ന്യൂ ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്യുക. ഡബിൾ ഓപ്പൺ ചെയ്യുക. ഇവിടെ കോഡ് എഴുതണം. കോഡ് എഴുതുമ്പോൾ
ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്ത് കണ്ടു. ഡെസ്ക്ടോപ്പിൽ റൈറ്റ് ബട്ടൺ അടിച്ച് ന്യൂ ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്തു. ഡോക്യുമെൻറ്റിൽ നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് ഫയൽ സേവ് അസ് കൊടുക്കുക. അത് ഓൾറെഡി സേവ് ഫയലാണ്, ഡോക്യുമെൻ്റ് അൺടൈറ്റിൽഡ് ഡോക്യുമെൻ്റായിട്ട്. അപ്പോൾ നമ്മൾ സേവ് അസ് കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കാം. ഇഷ്ടമുള്ളതെന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വേണമെങ്കിൽ ആ രജിസ്റ്റർ നമ്പർ തന്നെ കൊടുത്താൽ മതി. 1 2 3 പോയിൻ്റ് ഡോട്ട്സ് ഇത് കൊടുക്കണം. നേരത്തെ C+ ചെയ്തപ്പോൾ CPP ആണ് കൊടുത്തത്. ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് HTML എക്സ്റ്റൻഷൻ കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഒരു ഫോൾഡർ ഉണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മൾ പിക്ചറും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അവരൊരു ഫോൾഡറിൽ ഓൾറെഡി പിക്ചറൊക്കെ തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഫോൾഡർ സെലക്ട് ചെയ്യണം. ഇതിൽ ഹോമിൽ HTML ഒരു ഫോൾഡർ ഉണ്ട്. അപ്പം ഇതിൽ കുറേ ഫോട്ടോസ് ഉണ്ട്. നമ്മൾ ടൂറിസോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ആ ഫോട്ടോസ് അപ്പോൾ ഇതിലൂടെ തന്നെ സേവ് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി പിക്ചർ ആക്സസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ അതിൻ്റെ കോഡ് അഡീഷണലായിട്ട് എഴുതിയെടുക്കേണ്ടതായിട്ട് വരും, ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ഫോൾഡറിലൂടെ സേവ് ചെയ്യുക. ഇനി നമ്മൾ ഈ പ്രോഗ്രാം സേവായി. അപ്പോൾ നമുക്ക് ഇനി ഇത് എക്സ്റ്റേണൽ റൺ ചെയ്ത് കാണിക്കണമെങ്കിൽ നമ്മുടെ ഏത് ഫോൾഡറിലാണ് കിടക്കുന്നത് നമുക്ക് നോക്കണം. അവിടെ പോയി ഫയൽ സെലക്ട് ചെയ്ത് കാണിക്കണം. അപ്പോൾ ഇതും ഇതേപോലെ ടാഗുകളുടെ ക്വസ്റ്റ്യൻ ചോദിക്കാം. UL എന്താണ്, അല്ലെങ്കിൽ OL എന്താണ്, ഏതെങ്കിലും ടാഗ് എന്തിനാണ് ഉപയോഗിക്കുന്നത്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനൊക്കെ നമുക്ക് വരാം. ഇതെല്ലാം നമ്മൾ പഠിച്ചു വരിക എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ വൈവേ. അങ്ങനെ 4 മാർക്ക് വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ആ ഫോൾഡറിൽ പോയിട്ടൊന്ന് റൺ ചെയ്യാം. നമ്മൾ പറഞ്ഞ ഫോൾഡർ ഹോമിൽ HTML നമ്മുടെ രജിസ്റ്റർ നമ്പറിൽ സേവ് ചെയ്തിട്ടുണ്ടാവും. HTML ഇത് റൈറ്റ് ബട്ടൺ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഫയൽ ഓപ്പൺ ആയി വരും. ഇരവികുളം മുത്തങ്ങ കടലുണ്ടി അപ്പോൾ ഈ ലിസ്റ്റ് കാണിക്കുക. ഓക്കെ, എല്ലാം നല്ലപോലെ പഠിച്ച് നല്ല മാർക്ക് വാങ്ങാൻ ശ്രമിക്കുക. ഓൾ ദി ബെസ്റ്റ്.